ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി സുപ്രീംകോടതി. ഇന്ധനം അടിക്കണമെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാക്കും. വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് പരിശോധിക്കാൻ റെഗുലേറ്ററി അതോറിറ്റിക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം നൽകി. ശ്യാം ദേവരാജ് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്യാം, ഇന്ധനം അടിക്കണമെങ്കിൽ പോലും ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കടുത്ത നിർദ്ദേശത്തിലേക്ക് സുപ്രീംകോടതി എത്തിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ റോഡുകളിൽ ഓടുന്ന 56% വാഹനങ്ങൾക്ക്, ഏതാണ്ട് 30 കോടിയിലധികം വാഹനങ്ങൾക്ക്, 30 കോടിയിലധികം വാഹനങ്ങൾ, ഏതാണ്ട് പകുതി 16 കോടിയിലധികം വാഹനങ്ങൾക്ക് നിലവിൽ സാധുവായ ഇൻഷുറൻസ് ഇല്ല എന്നതാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ ഒരു കണക്ക്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഞെട്ടൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ പരിക്കേൽക്കുന്നവർക്കോ മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്കോ നിയമപരമായ നഷ്ടപരിഹാരം ലഭിക്കാൻ വർഷങ്ങളോളം നീണ്ട നിയമപോരാട്ടം നടത്തേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും ഇരകൾക്ക് അർഹമായ തുക നഷ്ടപരിഹാരം ലഭിക്കാതെയും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അടക്കം നിർബന്ധമാക്കുന്ന ഒരു കടുത്ത നടപടികളിലേക്ക് സുപ്രീം കോടതി അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സാധുവായ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് തടയാൻ സുപ്രീം കോടതി പൈലറ്റ് പ്രൊജക്ട് നിർദ്ദേശിച്ചത്. രാജ്യത്തെ റോഡുകളിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനാണ് സുപ്രീം കോടതിയുടെ ഇത്തരമൊരു നിർദ്ദേശം. ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇത്തരമൊരു സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വാഹനങ്ങളുടെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ചും സുപ്രീം കോടതി ഇന്ന് IRDAയ്ക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പുതുതായി വാങ്ങുന്ന സ്വകാര്യ കാറുകളുടെ നിർബന്ധിത തേർഡ് പാർട്ടി ഇൻഷുറൻസ് കാലാവധി 3 വർഷമാണ് നിലവിൽ. ഇത് 4 വർഷമായി ഉയർത്താനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, പുതിയ ഇരുചക്ര വാഹനങ്ങളുടേത് നിലവിൽ 5 വർഷമാണ് നിർബന്ധിത തേർഡ് പാർട്ടി ഇൻഷുറൻസ് കാലാവധി. ഇത് 6 വർഷമായി ഉയർത്താനുള്ള നിർദ്ദേശവും കൂടി, ഇടക്കാല ഉത്തരവും കൂടി സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ട്. മാത്രമല്ല, ഹൈവേകളിലും നഗരങ്ങളിലും ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറകൾ, അഥവാ ഇത് വാഹൻ പോർട്ടലുമായും ഇൻഷുറൻസ് ഇൻഫർമേഷൻ ബ്യൂറോയുമായി ബന്ധിപ്പിക്കും. ഇതുവഴി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളെ നിരത്തിൽ നിന്ന് കണ്ടെത്തി ഓട്ടോമാറ്റിക്കായി ചെല്ലാൻ അയക്കാനും അത്തരമൊരു നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം പിടിക്കപ്പെട്ടാൽ വാർഷിക പ്രീമിയത്തിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 5000 രൂപ ഏതാണോ ഉയർന്നത് അത് പിഴ ഈടാക്കും. ആവർത്തിച്ചാൽ പ്രീമിയത്തിന്റെ 5 ഇരട്ടി വരെ അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴ ചുമത്തുക എന്നൊരു കടുത്ത നടപടികളിലേക്കും കടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതി നൽകിയത്. ഓക്കെ, സുപ്രധാനമായ നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇനി ഇൻഷുറൻസ് പേപ്പർ ഇല്ലെങ്കിൽ ഇന്ധനം പോലും കിട്ടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.